ഉമേഷിലേക്ക് പോകാം. ഉമേഷ്, ശാലിനി പറഞ്ഞു വന്നത് കഴിഞ്ഞ തവണത്തെ തീർത്ഥാടന കാലവുമായി ചേർത്ത് വെച്ചാണ്. ഞാൻ 10 ദിവസം കഴിഞ്ഞ വർഷം 11 ദിവസം ശബരിമലയിൽ റിപ്പോർട്ടിങ്ങിനുണ്ടായിരുന്ന ആളാണ്. ഭക്തജനങ്ങളുടെ ഒഴുക്കാണ് അവിടേക്ക് കണ്ടത്. അതായത് അവർ കടന്നു വരുന്ന വഴികളിൽ വരികളായി തിരിച്ചിരിക്കുന്ന ഇടത്ത് പോലും സുരക്ഷിതമായൊരവസ്ഥ ഉണ്ടായിരുന്നില്ല എന്ന് നേരിട്ട് കണ്ടതാണ്. പലപ്പോഴും അതായത് കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന തീർത്ഥാടകർ എല്ലാ നിയന്ത്രണങ്ങളും ഭേദിച്ചു. പക്ഷേ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ അറിയാം. എങ്കിൽ പോലും അതിന് അപ്പുറത്തു നിന്ന് വരുന്നവരൊക്കെയും എല്ലാ തടസ്സങ്ങളെയും ഭേദിച്ചുകൊണ്ട് ദുർഘടമായ പാതയിലൂടെ അപകടം വിളിച്ചു വരുത്തുന്ന രീതിയിൽ ഇറങ്ങി വരുന്നത് പോലും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തീർത്ഥാടന കാലം അപ്പാടെ പാളിപ്പോയതും നമ്മൾ നേരിട്ട് കണ്ടതാണ്. പേടിച്ചിട്ടാണോ ഒരുക്കങ്ങളൊന്നും നടത്താതെ എങ്ങനെയെങ്കിലും തീർത്ഥാടന കാലം നടന്നു പോകുമെന്ന തോന്നിപ്പിക്കലിൽ നിന്ന് ഒരു പേടി തോന്നി തുടങ്ങിയിട്ടുണ്ടോ ദേവസ്വം ബോർഡിന്? അതാണോ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? നിയന്ത്രണം കൃഷ്ണരാജ്, കഴിഞ്ഞ കുറേ കാലമായി, കൃത്യമായി പറഞ്ഞാൽ 2018 ശബരിമല യുവതീ പ്രവേശന പ്രക്ഷോഭ കാലം മുതൽ തന്നെ ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരുടെ കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ വലിയ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ ഒരു മുന്നൊരുക്കം തരത്തിലേക്കാണ് ആ സമയത്ത് 2018 തന്നെ വിർച്വൽ ക്യൂ സംവിധാനം ശക്തമാക്കുന്ന ഒരു നിലപാടിലേക്ക് സർക്കാർ എത്തിയിരുന്നു. അന്ന് ദേവസ്വം ബോർഡ് നോക്കുകുത്തി മാത്രമായിരുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ പോലീസായിരുന്നു പൂർണ്ണമായും ഈ വിർച്വൽ ക്യൂ സംവിധാനങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഒരു പരിധിവരെ 2018 ശേഷം ഏതാണ്ട് ഒരു വർഷം മുൻപ് വരെ ശബരിമലയുടെ മുഴുവൻ കാര്യങ്ങളിലും ആഭ്യന്തര വകുപ്പ് വല്ലാത്ത ഇടപെടൽ നടത്തിയിരുന്നു. പോലീസിനെ ഉപയോഗിച്ച് പൂർണ്ണമായും നിയന്ത്രണം ഏതാണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന തരത്തിലേക്കായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ഈ ശബരിമലയുടെ നിയന്ത്രണമൊക്കെ സർക്കാർ ഏർപ്പെടുത്തിയത്. എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുൻപാണ് ശബരിമല അയ്യപ്പ സേവാ സമാജവും കർമ്മസമിതിയും ഒക്കെ ഇത്തരം നിയന്ത്രണങ്ങൾക്കെതിരെ, പോലീസ് ഏർപ്പെടുത്തുന്ന ഇത്തരം നിയന്ത്രണങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചത്. കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പിന്നീട് ഈ വിർച്വൽ ക്യൂ സംവിധാനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നത്. സർക്കാരിന് അത് വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. കാരണം ശബരിമലയിൽ ആരൊക്കെ വരുന്നുണ്ട്, എത്ര പേർ വരുന്നുണ്ട്, അവരുടെ ഏതൊക്കെ സംസ്ഥാനത്തു നിന്നാണ്, ഇതിന്റെ കൃത്യവിവരങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ കൈവശം ലഭിക്കുന്നത്, അത് അത്തരത്തിലൊരു ക്രമീകരണമായിരുന്നു സർക്കാരിന് താല്പര്യം. എന്നാൽ കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് പിന്നീട് അത് ദേവസ്വം ബോർഡ് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന നിർദ്ദേശത്തിലേക്ക് കാര്യങ്ങളെത്തിയും ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും ചെയ്തത്. ആ സമയം മുതലാണ് പിന്നീട് ഇങ്ങോട്ട് നോക്കിയാൽ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാളിയത്. ദേവസ്വം ബോർഡ് പൂർണ്ണമായും വിർച്വൽ ക്യൂ സംവിധാനത്തിന് നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം നടന്ന ആദ്യ തീർത്ഥാടന കാലമാണ് കഴിഞ്ഞ വർഷം കടന്നുപോയത്. ആ തീർത്ഥാടന കാലത്ത് പോലീസിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം അപ്പാടെ പാളുന്നൊരു സാഹചര്യമാണ് കണ്ടത്. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസ് വലിയ പരാജയമായിരുന്നു. മാത്രമല്ല ശബരിമലയിൽ മുൻപരിചയമില്ലാത്ത ഉയർന്ന ഉദ്യോഗസ്ഥരെയായിരുന്നു അവിടെ സുരക്ഷാ ചുമതലയ്ക്കും തിരക്ക് നിയന്ത്രണത്തിനുമായി ഒക്കെ കഴിഞ്ഞ തവണ നിശ്ചയിച്ചത്. അങ്ങനെ ആകപ്പാടെ കുളമായ ഒരു തീർത്ഥാടന കാലമായിരുന്നു കഴിഞ്ഞ വർഷം കടന്നുപോയത്. പ്രത്യേകിച്ച് നിലയ്ക്കൽ പെരുന്നാൾ മുതൽ നിലയ്ക്കൽ വരെ നീണ്ടു നിൽക്കുന്ന ഗതാഗത കുരുക്കിന് വരെ പലപ്പോഴും വനമേഖല ഉൾപ്പെടെ അതിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അത് തിരക്ക് നിയന്ത്രിക്കുന്നതിനും വാഹനങ്ങളുടെ നിയന്ത്രണത്തിനും ഒക്കെ ക്രമീകരണം ഏർപ്പെടുത്തുന്നതിന് പരിചയസമ്പന്നരല്ലാത്ത ഉദ്യോഗസ്ഥരായിരുന്നു പലയിടത്തും നിയോഗിച്ചു. അങ്ങനെ ഒരു മനഃപൂർവ്വമായ ഇടപെടൽ ഇതിന് പിന്നിലുണ്ട് എന്ന തരത്തിലേക്ക് വരെ വലിയ പ്രതിഷേധമുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസിൽ നിന്ന് വിർച്വൽ ക്യൂ സംവിധാനത്തിന്റെ ബുക്കിംഗ് ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത ആദ്യ വർഷം തന്നെ ഇത് കുളമാകുന്നു എന്ന തരത്തിലേക്ക് പ്രചരിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു. വിർച്വൽ ക്യൂ സംവിധാനത്തിൽ ബുക്ക് ചെയ്ത ആളുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതാണ് തിരക്കിന്റെ ഈ പോലീസിന്റെ പാളിച്ചയ്ക്ക് കാരണമെന്നാണ് പ്രധാനമായും സംസ്ഥാന സർക്കാർ കോടതിയിൽ ഉൾപ്പെടെ വാദിച്ചത്. ആഭ്യന്തര വകുപ്പ് പോലീസും ഒക്കെ നൽകിയ റിപ്പോർട്ട് പ്രകാരവും അത്തരത്തിൽ തന്നെയാണ്. ദേവസ്വം ബോർഡ് ബുക്കിംഗ് ഏറ്റെടുത്തതിന് ശേഷം ഈ ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. അവിടേക്ക് ആളുകൾ എത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ പോലീസിന് കഴിയുന്നില്ലെന്ന വ്യാഖ്യാനം പോലീസ് കൊണ്ടുവരുന്നു. അതിന് ചൂട് പിടിച്ചാണ് ഇപ്പോൾ വീണ്ടും ഈ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതായത് 2018 മുതൽ ഇങ്ങോട്ട് നടത്തിയ പോലീസിന്റെ ശ്രമങ്ങളുടെ ഏറ്റവും അവസാനം സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളുടെ അല്ലെങ്കിൽ ഒരു പിടുത്തം സംസ്ഥാന സർക്കാരിന് ശബരിമലയുടെ കാര്യത്തിൽ വേണമെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ച് വേണം അത് ചെയ്യാൻ. ഉമേഷ്, ഇത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല. കഠിനവ്രതമെടുത്ത് കാനനപാതയിലൂടെ അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തരുടെ ഇടമാണ്. അവിടെ എന്തുകൊണ്ട് നിയന്ത്രണം വരുന്നു എന്ന് പല കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ഉമേഷ് എന്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് ഇന്ന് നിലയ്ക്കൽ മുതൽ അങ്ങോട്ട് നോക്കിയാൽ എവിടെയെങ്കിലും കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ? നന്നാക്കിയിട്ടുണ്ടോ? അതോ മോശമായിരിക്കുന്ന സാഹചര്യമാണോ? അത് ശരിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണോ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് കൂടി സർക്കാർ പോകുന്നത്? എങ്ങനെയാണ്, എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സർക്കാരിന്റെ പരിമിതികളെ മറച്ചു പിടിക്കാൻ ഭക്തരുടെ എണ്ണം നിയന്ത്രിക്കുന്നു. 5 സ്റ്റാർ ഫെസിലിറ്റി ഒന്നും ഒരുപക്ഷേ എന്നല്ല, ശബരിമലയിൽ അത് സാധ്യമല്ല. പക്ഷേ അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് ഏർപ്പാടാക്കാതെ ഒരാളെയും അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന് ബുദ്ധിമുട്ടെന്ന് വ്യക്തമായി അറിയാവുന്നതാണ്. അത് മറച്ചു വയ്ക്കാനല്ലേ ഈ ഭക്തരുടെ എണ്ണം നിയന്ത്രിക്കുന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം ഉമേഷ്?
വീണ ഒരു പരിധിവരെ അങ്ങനെ പറയാം. എന്നാൽ നേരത്തെ വീണ സൂചിപ്പിച്ച പോലെ ശബരിമലയിൽ അവിടുത്തെ കാലാകാലങ്ങളായി ഭക്തർ അനുഭവിക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ അതുമായൊക്കെ താതാത്മ്യം പ്രാപിച്ച് ഭക്തരങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കാരണം കൂടുതലൊന്നും സർക്കാരിലും ദേവസ്വം ബോർഡിൽ നിന്നുമൊക്കെ ഭക്തർ ശബരിമല പ്രതീക്ഷിക്കുന്നില്ല എന്ന തരത്തിലേക്ക് ഭക്തരുടെ ഒരു മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാൻ സർക്കാരിനും മാറി മാറി വന്ന ദേവസ്വം ബോർഡിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതും ഒരു വലിയ ഘടകമാണ്. കാരണം ധാരാളം ആളുകൾ എത്തുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തുകൊണ്ട് ഒരുക്കിയില്ല എന്ന ചോദ്യം വളരെ വലിയ തോതിൽ ഉയരും. അത് വലിയ വാർത്തയാകും, വാർത്താ പ്രാധാന്യം നേടും. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ് കാനന മധ്യത്തിൽ ഉൾപ്പെടെ മണിക്കൂറുകളോളം തീർത്ഥാടകർ അങ്ങനെ കാത്തുകെട്ടി കിടക്കുന്നത്. അത് വലിയ വാർത്തയായിരുന്നു. കോടതി വലിയ വിമർശനം സർക്കാരിന് നേരെ ഉന്നയിക്കുന്നു. മറ്റു പല സംഘടനകളും ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാമെന്ന ആവശ്യമായി മുന്നോട്ട് വരുന്നു. കോടതി ഒരു പരിധിവരെ അത് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. അതൊക്കെ സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. അതൊരു ഘടകമാണ്. മറ്റൊരു ഘടകം പൂർണ്ണമായും സർക്കാരിന്റെ നിയന്ത്രണത്തിലേക്ക് ശബരിമലയെ കൊണ്ടുവരിക എന്നത് വർഷങ്ങളായി ഇടതുപക്ഷം ഭരിക്കുമ്പോഴൊക്കെ അത്തരം വലിയ ശ്രമങ്ങൾ നടത്താറുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ശബരിമലയിലേക്ക് ആരൊക്കെ വരണം അല്ലെങ്കിൽ ആർക്കൊക്കെ ബുക്കിംഗ് നൽകണമെന്ന സ്ലോട്ട് കൈകാര്യം ചെയ്തത് സോഫ്റ്റ്വെയർ പോലും കൈകാര്യം ചെയ്തിരുന്നത് ആഭ്യന്തര വകുപ്പായിരുന്നു. പോലീസിന്റെ കൈവശമായിരുന്നു. ഇതിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിൽ ശബരിമല നിയന്ത്രണം പോലീസിനെ ഉപയോഗിച്ച് അത്തരത്തിൽ നിയന്ത്രണം സർക്കാരിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യമുണ്ടായിരുന്നു. കാരണം ദേവസ്വം ബോർഡ് പലപ്പോഴും അത്തരം സർക്കാർ അനുകൂലമായ ദേവസ്വം ബോർഡ് ആണെങ്കിൽ പോലും പലപ്പോഴും ശബരിമലയുടെ കോർ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ അത് ഭക്തരുടെ വികാരങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് അത് അല്പം പിന്നോട്ട് പോകാറുണ്ട് സർക്കാർ നിലപാടിൽ നിന്ന്. ഈ വെർച്വൽ ക്യൂ സംവിധാനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും നമുക്കറിയാം ആദ്യം വെർച്വൽ ക്യൂ സംവിധാനം മാത്രമേ ഉണ്ടാകൂ എന്ന് പറഞ്ഞതിന് ശേഷം വലിയ പ്രതിഷേധം ഉണ്ടായതോടെ ദേവസ്വം ബോർഡ് അതിൽ നിന്ന് അല്പം പിന്നോട്ട് പോയിരുന്നു. വെർച്വൽ ക്യൂ മാത്രമല്ല സ്പോട്ട് ബുക്കിംഗും അനുവദിക്കാമെന്ന നിലപാടിലേക്ക് ദേവസ്വം ബോർഡ് പോയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പൂർണ്ണമായും സ്പോട്ട് ബുക്കിംഗ് വേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ സർക്കാർ തീരുമാനത്തിന് ഒരല്പം പലപ്പോഴും ദേവസ്വം ബോർഡ് മാറി മാറി വരുന്ന ദേവസ്വം ബോർഡുകൾ അല്പം വിമുഖത കാട്ടാറുണ്ട് പല കാര്യങ്ങളിലും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നിയന്ത്രണം സർക്കാരിന്റെ കൈവശപ്പെടുത്താൻ അത് ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് അത്തരം നിയന്ത്രണങ്ങൾ പലപ്പോഴും ശബരിമലയിൽ സർക്കാർ നടപ്പാക്കാറുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായി ദേവസ്വം ബോർഡ് ഏറെക്കുറെ പൂർണ്ണമായും ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ മുതലാണ് അവിടെ പാളിച്ചകൾ ഉണ്ട് എന്ന് സർക്കാർ തുറന്ന് സമ്മതിച്ചുകൊണ്ട് ഈ ബുക്കിംഗ് സംവിധാനത്തിൽ പാളിച്ചകൾ ഉണ്ട് എന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് അവിടേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിക്കൊണ്ട് നിയന്ത്രണത്തിലേക്ക് കടക്കും. നമുക്കറിയാം ശബരിമലയിൽ ഏതാണ്ട് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെയൊക്കെ തീർത്ഥാടകർ എത്തുന്ന മണ്ഡലകാലങ്ങൾ ഉണ്ടായിരുന്നു ദിവസേന. അപ്പോഴൊന്നും അത്തരം കാര്യമായ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ തവണ തിരക്ക് നിയന്ത്രിക്കുന്നതിന് അനുഭവ സമ്പന്നത ഇല്ലാത്ത പരിചയക്കുറവുള്ള ശബരിമലയെ സംബന്ധിച്ച് കാര്യങ്ങൾ അറിയാത്ത ഉയർന്ന ഉദ്യോഗസ്ഥരെ അവിടേക്ക് നിയോഗിച്ചിരുന്നു. അതാണ് പ്രധാനമായും ശബരിമല തിരക്ക് നിയന്ത്രണത്തിന് വലിയ പാളിച്ച ഉണ്ടായത്. എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട് അവിടേക്ക് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചതാണ് ഇതിന് കാരണമെന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള ഒരു നിയന്ത്രണത്തിലേക്ക് പോവുകയാണ്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് വീണ. പലയിടങ്ങളിൽ നിന്നായി ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല ഇത് അത്ര എളുപ്പമൊന്നും ദേവസ്വം ബോർഡിനും സർക്കാരിനും നടപ്പിലാക്കാൻ കഴിയുമെന്ന് തോന്നില്ല. കാരണം വരും ദിവസങ്ങളിൽ ഈ വിഷയം കോടതിയിലേക്ക് പോകും. കോടതി ശബരിമലയെ സംബന്ധിച്ച് മറ്റ് ആരാധനാലയങ്ങളിൽ വ്യത്യസ്തമായി കോടതി അവിടുത്തെ ഓരോ നീക്കവും കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം ഭസ്മക്കുളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോടതി എടുത്ത നിലപാട് എന്താണെന്നറിയാം. സ്പെഷ്യൽ കമ്മീഷൻ എടുത്ത നിലപാടും നമ്മുടെ മുമ്പിൽ വ്യക്തമായി തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തജന സംഘടനകളുടെ ആവശ്യം ഒരു പരിധിവരെ കോടതിയുടെ മുമ്പിലേക്ക് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങൾ എന്തായാലും ഇത് പ്രതിഷേധങ്ങളിലേക്കും കൂടുതൽ നിയമ നടപടികളിലേക്കും ഒക്കെ പോകും. അത്ര എളുപ്പം ഈ നിയന്ത്രണം ശബരിമലയിൽ നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും കഴിയുമെന്ന് ഏതൊരു ഭക്തനും ശബരിമലയിലേക്ക് എത്താൻ അവകാശമുണ്ട്. ആരൊക്കെ തടഞ്ഞാലും എത്തിച്ചേരേണ്ടതുമുണ്ട്. അതായത് ഭക്തരുടെ എണ്ണം കൂടി വരും, അതിനനുസരിച്ച് സൗകര്യങ്ങൾ കൂട്ടുകയാണ് വേണ്ടത്. അല്ലാതെ നിയന്ത്രണം ഏർപ്പെടുത്തുകയല്ല വേണ്ടത്. നിയന്ത്രണങ്ങൾ വേണ്ട എന്നല്ല, പക്ഷേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഭക്തരുടെ അവകാശങ്ങളെ കൂടി പരിഗണിച്ചു വേണം, സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു വേണം. അതുകൊണ്ട് ഭക്തജന സംഘടനകളുടെ പ്രതിഷേധം പരിഗണിച്ചേ മതിയാകൂ സർക്കാരിന്. അവർ നിയമ നടപടിക്ക് പോവുകയാണ്.